ഹായ് ഹലോ, ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അനുസ്മരണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ എസ് ജാനകിയുടെ ഒരു അനുസ്മരണമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എസ് ജാനകി എനിക്ക് പരിചയമുണ്ടോ, എനിക്ക് അറിയാമോ എന്ന് ചോദിക്കും. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നേരിട്ട് പരിചയമൊന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, അപ്പം നിങ്ങളല്ല ഞാൻ 70 കിഡ്സുകളാണ്. ഇപ്പോഴത്തെ ഒരു ടേം അനുസരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ 72-ലാണ് ജനിച്ചത്. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ 87-ലാണ്, 86-87 ബാച്ചായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ എസ് ജാനകിയുടെ പാട്ട് പാടാത്തവരാരുമില്ല. അറിയാലോ, എസ് ജാനകിയൊക്കെയാണ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന താരം. ആ ഒരു ഗായകരിൽ ഏറ്റവും നല്ലതായിട്ട് തിളങ്ങി നിൽക്കുന്നൊരു സമയമാണ് നമ്മളുടെ ഒരു 80 അല്ലെങ്കിൽ ഒരു 82 ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ. അന്നൊന്നും എനിക്കത്ര ഓർമ്മയൊന്നും കാണത്തില്ല. പക്ഷേ അന്നേ പാടിയ പാട്ടുകളൊക്കെ നമ്മളെപ്പോഴും പാടിക്കൊണ്ടേക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അന്ന് ഇന്നത്തെ പോലല്ല, ഇച്ചിരി പാടിയാൽ മതി, ആളുകളിങ്ങനെ നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത്രയുള്ള കുഞ്ഞുങ്ങൾ വരെ ഭയങ്കര പാട്ടുകാരാണ്. അവരുടെ ഒന്നും മുമ്പിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണുന്നില്ലേ, റിയാലിറ്റി ഷോകളൊക്കെ കാണുന്നില്ലേ, നമ്മളിങ്ങനെ ഞെട്ടിപ്പോവാറില്ലേ, ഇത്രയും കുഞ്ഞു പരുവത്തിൽ ഇത്രയും പ്രതിഭ അവരെ കഴിവുകളെ പുറത്തെടുക്കുന്നത് നമ്മൾ കാണുന്നില്ലേ. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. എല്ലാവരും പാടും. പക്ഷേ ആ ഒരു പാടുന്നവരെ ഭയങ്കരമായിട്ട് ആളുകളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രകീർത്തിച്ച് അവരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം ഞാൻ 10-ലൊക്കെ പഠിക്കുന്ന സമയത്തും അറിയാം, നമ്മൾക്ക് ഈ കുറച്ച് പാടൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചേച്ചിമാർ, ഇപ്പം ഞാൻ 8ാം ക്ലാസ്സിൽ കടക്കാർ സ്കൂളിൽ പോണ സമയത്ത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിലെ ചേച്ചിമാരൊക്കെ എന്നെ ഉച്ചയാകുമ്പോൾ അങ്ങ് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പറയും, അവൾ പാടും മോളെ എന്നും കൊണ്ട് അവരിങ്ങനെ ബെഞ്ചിലിരിക്കും. അപ്പം ഞാനിങ്ങനെ ഓരോ പാട്ട് പാടും. അന്നത്തെ പാട്ട് മാനേ മധുര കരിമ്പേ, അതൊക്കെയായിരുന്നു അന്നത്തെ ഭയങ്കര പാട്ടുകൾ. എല്ലാം പാടും, ആണ് പാടുന്നതും പെണ്ണും, ഫീമെയിൽ മെയിൽ ഇതൊന്നൊരു വ്യത്യാസമില്ല, എല്ലാം പാടുന്നൊരു കാലഘട്ടമായിരുന്നു അത്. നല്ലൊരു കാലഘട്ടമായിരുന്നു. അപ്പം നമ്മളെ മനസ്സിലെന്താ, നമ്മൾ ഭയങ്കര പാട്ടുകാരാണ്, അങ്ങനെയാണ് നമ്മളെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം അന്ന് നമ്മൾ ഒരുപാട് പാടിയ പാട്ടുകളാണ്. എസ് ജാനകിയുടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ ഒരുപാട് പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ സൂര്യകാന്തിയാണ്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവ താരേ, പ്രേമ പൂജാ പുഷ്പവുമായി നീ തേടുവതാരയാരേ, തേടുവതാരയാരേ. ആ പാട്ട്. പിന്നെ എല്ലാവരും പാടുന്ന പാട്ടാണ് സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീ, സ്വപ്നം കാണാറുണ്ടോ. പിന്നെ ആബാലവൃദ്ധ ജനങ്ങളും പാടിയ പാട്ടുകളാണ് തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാൻ, ആകാശ പൊന്നാനി നിലകളിലായത്തിൽ തൊട്ടേ വരാം. അതെന്നെ ഹന പോലും പാടും, ഇപ്പോഴും പാടും. ഓക്കെ, അപ്പം എല്ലാവരും ഏറ്റെടുത്ത കുറേ പാട്ടുകളാണ്. അപ്പം പ്രീ ഡിഗ്രിക്ക് ഞാൻ SM കോളേജിലാണ് പഠിച്ചത്, വിമൻസിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് ഇംഗ്ലീഷ് കിട്ടിയില്ല. പണ്ട് ഒരു സ്ഥിരം ഏർപ്പാടാണ് ഇംഗ്ലീഷ് കിട്ടാതിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് കിട്ടിയില്ല. അപ്പം ഞാൻ ആറ്റിങ്ങൽ കോളേജ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചേർന്നായിരുന്നു. അപ്പം നമ്മൾ പഠിക്കണമെന്ന് പോയാലും നമ്മളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക, മത്സരത്തിനൊക്കെ പങ്കെടുക്കുക, ഇതായിരുന്നു നമ്മളുടെ എയിം. അപ്പോൾ അവിടുത്തെ ഒരു കലോത്സവം, അവിടുത്തെ ഒരു മത്സരമല്ലായിരുന്നു, ഒരു ഫംഗ്ഷൻ വന്നു, എന്തോ ഒരു ഫംഗ്ഷൻ വന്നു. അപ്പോൾ ഞാൻ അവിടെ പാടിയൊരു പാട്ടാണ് ആലോലം എന്ന സിനിമയിൽ ജാനകി പാടിയ തണൽ വിരിക്കാൻ കൂട നിവർത്തും സൗവർണ്ണ വസന്തം, എൻ മഞ്ചാടി മോഹങ്ങൾ ഇടറി വീണ്ടും വസന്തം. എൻ്റെ ലൈൻസൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. പൂവിന്ദളങ്ങൾക്കു വിരിയാതെ വയ്യ, കാറ്റിൻ താളത്തിൽ തളിരിനും കുണുങ്ങാതെ വയ്യ, പൂവിന്ദളങ്ങൾക്കു വിരിയാതെ വയ്യ, കാറ്റിൻ താളത്തിൽ തളിരിനും കുണുങ്ങാതെ വയ്യ,
അല്ലിലൊന്നു നിലം പൊത്തി പുലരാതെ വയ്യ അഴലിൻ തന്ത്രികൾക്കു പാടാതെ വയ്യ. അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു എൻ്റെ ശബ്ദം എസ് ജാനകിയുടെ ശബ്ദം പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ ഒരു എസ് ജാനകി പോലെയൊക്കെ ആയിരുന്നു. മിക്ക ഫംഗ്ഷനും ഞാൻ തന്നെ പാടും. എനിക്ക് തന്നെ മിക്കവാറൊക്കെ പ്രൈസുകൾ കിട്ടും. അപ്പം ഞാൻ അവിടുത്തെ ഒരു എസ് ജാനകിയായിട്ട് ഇങ്ങനെ 2 വർഷത്തോളമൊക്കെ അവിടെ ഇങ്ങനെ ആർമാദിച്ചൊക്കെ നടന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു എസ് ജാനകിയുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധവും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ അങ്ങനെയൊന്നും. അന്ന് എനിക്ക് പാട്ടുകളെല്ലാം സെലക്ട് ചെയ്ത് തരുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ, ആനന്ദ്. അപ്പോൾ അണ്ണൻ ഏകദേശം ഇങ്ങനത്തെ ഒരു സാഡ് മൂഡ് സോങ്സാണ് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. നല്ല ഭംഗിയുള്ള മെലഡി സോങ്സാണ് സെലക്ട് ചെയ്ത് തരുന്നത് കേട്ടോ. എന്നെക്കൊണ്ട് കുത്തിയിരുന്ന് പഠിപ്പിക്കുവാണേ. അത് നീ അത് പാടിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തേ ഇല്ല, പക്ഷെ അണ്ണൻ പറയുന്നതേ ഞാൻ പാടാറുള്ളായിരുന്നു കേട്ടോ. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം അണ്ണനാണ് സെലക്ട് ചെയ്തിരുന്നത്. എല്ലാം ഞാൻ അതനുസരിച്ചാണ് നമ്മൾ പാടുന്നത് കേട്ടോ. പഠിക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഏത് പാട്ട് പഠിക്കണമെന്ന് പറയുന്നത് അണ്ണനായിരുന്നു. അപ്പം അണ്ണൻ്റെ സെലക്ഷനിലുള്ള പാട്ടുകളിൻ്റെ ഭൂരിഭാഗവും എസ് ജാനകിയുടെ പാട്ടുകളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഞാൻ തുടങ്ങിയ സമയത്ത് എല്ലാ ദിവസവും ഓരോ പാട്ടിൻ്റെ കുറച്ച് ലൈൻസ് ഞാൻ പാടുമായിരുന്നു. ചുമ്മാ ഒരു സന്തോഷം. അല്ലെങ്കിലും പാടാൻ പറ്റാത്തവർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ഇങ്ങനെയൊക്കെ പാടുന്നു, ഇതല്ലേ ഒരു സന്തോഷം. അപ്പം അങ്ങനെ പാടുമായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് വട്ടം പഠിച്ചൊരു പാട്ടാണ് എസ് ജാനകിയുടെ വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ട് കിളിവാതിലിൽ മിഴിയും നട്ട് കാത്തിരുന്നു ഞാൻ. ഈ പാട്ട് പക്ഷെ അന്ന് അത് പാടുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം നമുക്ക് വരും. എന്ന് വെച്ചാൽ അത്ര പിച്ച് പോകത്തില്ല, എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പാടിയില്ല. അപ്പം ഈ പാട്ടുകളൊക്കെ ആയിരുന്നു പണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് പാട്ടുകൾ കേട്ടോ. പിന്നെ ജാനകിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാനകിയുടെ ഒരു പാട്ടാണ് ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു നോക്കു കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. അപ്പം ജാനകിയമ്മയുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ എന്ത് ഭാവവും എന്ത് വികാരങ്ങളും ആ ഒരു ശബ്ദത്തിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അത് പ്രണയമാവട്ടെ, വിരഹമാവട്ടെ, എന്ത് ഭാവവും എല്ലാം അതിനകത്ത് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ സൗണ്ടിൽ വരെ പാടാനുള്ള കഴിവ് ജാനകിയമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരേ പാട്ടിൽ തന്നെ വലുതായിട്ടും കുഞ്ഞായിട്ടും ഒക്കെ പാടുന്ന ഒരു കഴിവ് ജാനകിയമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കഴിവുകളും ഒരുപാട് ഓർമ്മകളും ഒക്കെ തന്നിട്ടാണ് മലയാള ഗാനരംഗത്തുനിന്ന് ജാനകിയമ്മ വിട പറയുന്നത്. ഓക്കെ, അപ്പം ഇത് എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ആദരാഞ്ജലികളായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടുകൂടി. ഓക്കെ. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തുനിന്നു. മണവാളൻ എത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തും തൊട്ട് ഞാനിരുന്നു. കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണി ദീപം കൊളുത്തിവെച്ചു. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ
അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഞാൻ പാടിയ എല്ലാ പാട്ടുകളിലും കുഴപ്പങ്ങളുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിച്ചു കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പുതിയ വീഡിയോയിൽ കാണാം.